അപ്പ അമ്മ ഗിഫ്റ്റ് ഒന്നും മേടിച്ചില്ലേ? ഗിഫ്റ്റോ? അമ്മയുടെ ബർത്ത്ഡേ ആണോ? വെഡിങ് ആനിവേഴ്സറി വല്ലതാണോ? അപ്പ ഈ ലോകത്തൊന്നും അല്ലയോ? ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ? അപ്പ ഈ സ്റ്റാറ്റസ് ഒന്നും കാണുന്നില്ലേ? എല്ലാരും ഐഫോണും ഡയമണ്ട് നെക്ലേസും കോസ്റ്റ്ലി ഐറ്റംസും മേടിച്ചു കൊടുക്കുക. പിന്നെ ഓഫീസിലെ തിരക്കിൻ്റെ ഇടയിൽ ആർക്കും അതിൻ്റെ കുഞ്ഞ് സ്റ്റാറ്റസ് ഒക്കെ നോക്കാൻ സമയം? അതുമല്ല, നമ്മുടെ സാമ്പത്തികം നമുക്കല്ലേ അറിയത്തുള്ളൂ. കോസ്റ്റ്ലി ഐറ്റംസ് ഒന്നും മേടിക്കാനുള്ള കാശൊന്നും അപ്പയുടെ ഇല്ല. അതുമല്ല, നിൻ്റെ അമ്മയ്ക്ക് ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. ഏത് പെണ്ണിന് ആഗ്രഹം ഇല്ലാത്ത? അപ്പ അമ്മയോട് ചോദിച്ചു നോക്കാം, അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോന്ന്. ആ, ഞാൻ ചോദിച്ചോളാം കേട്ടോ. എന്തോ എടുക്കൂടെ? കഞ്ഞി എടുക്കുവോ? കഞ്ഞിയും പയറും. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് വാലന്റൈൻസ് ഡേ ആയിട്ട് ഗിഫ്റ്റ് ഒന്നും മേടിച്ചില്ലാത്ത വിഷമമുണ്ടോ? എന്തോ വിഷമിക്കാന്? പറച്ചിൽ കേട്ടാ തോന്നും കഴിഞ്ഞ വർഷവും ഗിഫ്റ്റ് ഏതാണ്ട് വാങ്ങിച്ചു തന്നു. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വർഷം അങ്ങാണ്ട് വാങ്ങിച്ചു തന്നാ. പിന്നെ ഇതുവരെയായിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ അച്ഛൻ? ഇനി ഈ വർഷം നിനക്ക് വല്ലതും മേടിച്ചു തരണമെന്ന് ഞാൻ കരുതുക. നിനക്കറിയാമല്ലോ, എൻ്റെ ഒരാളുടെ ശമ്പളത്തിൽ നമ്മൾ ഓടുന്നത്. കുഞ്ഞിൻ്റെ സ്കൂളിലെ ഫീസ്, നമ്മുടെ റെൻറ്റ്, ലോണ്, ഇപ്പോൾ അടുത്ത മാസം കുഞ്ഞിൻ്റെ റിസൾട്ട്സ് അടിക്കണം, നാട്ടിൽ പോകാൻ ടിക്കറ്റ് എടുക്കണം, സാധനങ്ങൾ മേടിക്കണം, കയ്യിൽ ഒതുങ്ങത്തില്ലെന്നേ. പിന്നെ ഞാൻ നിനക്ക് നിന്ന് ഗിഫ്റ്റ് മേടിച്ച് തരണം, അല്ല ഗോൾഡ് വല്ലതും മേടിച്ച് തരണം എന്ന് കരുതി. പിന്നെ ഞാൻ വെച്ചു കുഞ്ഞും കൊടുത്ത് എന്തിനാ പൊട്ടാം. ഓഹോ, അത്രയ്ക്ക് അങ്ങോട്ട് സൂചിപ്പിക്കൊന്നും വേണം കേട്ടോ. എനിക്കറിയാം, പറഞ്ഞില്ലേലും ഞാൻ സുന്ദരിയാന്ന്. എന്നാലും ഗിഫ്റ്റ് കൊടുക്കാതെ മോശമായി പോയേ. നമുക്ക് ഗിഫ്റ്റ് കൊടുത്താൽ പോരെ? നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. എടി, ഈ കഞ്ഞി ഇതാണ് പപ്പയുടെ സ്നേഹം. ഈ കഞ്ഞി കഞ്ഞി നീ മോശമായിട്ട് കാണരുത്. ഇത് വലിയൊരു സംഭവം തന്നെയാണ് കഞ്ഞി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പപ്പയുടെ സ്നേഹം. ഈ പയർ ഇത് അമ്മയുടെ സ്നേഹം. ഓക്കെ, അപ്പൊ ഈ അച്ചാറും ഈ അച്ചാറ് ഇതിന് എരിവും പുളിയും ഒക്കെ ഉള്ളതല്ലേ, അത് നീയാണ്. മനസ്സിലായോ? ഇത് രണ്ടും കൂടെ ഇളക്കിയിട്ട് അങ്ങോട്ടൊന്ന് കഴിച്ചു നോക്കി. നല്ല രുചിയല്ലേ? ആ, നല്ല രുചിയില്ലേ? ഇപ്പോൾ സന്തോഷമൊക്കെ ആയില്ലേ? ഈ സന്തോഷം ഒരു ദിവസത്തേക്ക് മാത്രമല്ല, എന്നും ജീവിതകാലം കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ല വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്.